നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കോൺവെർസേഷനാണ്, ഒരു ബസ് കണ്ടക്ടറും പാസഞ്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ. സാധാരണ ഒരുപാടൊന്നും സംസാരിക്കാറില്ല കണ്ടക്ടറും പാസഞ്ചറും തമ്മിൽ. എന്നാലും ഒരു ബസ്സിൽ ആവശ്യമായ കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഇത് കമൻറ്റ് സെക്ഷനിൽ വന്ന ഒരു അഭിപ്രായം അനുസരിച്ചാണ്, ഒരാൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നമ്മൾ ഈ കോൺവെർസേഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, കണ്ടക്ടറും പാസഞ്ചറും തമ്മിലുള്ളത്. നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൻ്റെ അടുത്ത് വന്ന് ഒരു പാസഞ്ചർ ചോദിക്കുവാണ് കണ്ടക്ടറോട്, ഈ ബസ് ഡൽഹിക്ക് പോകുമോ? ഈ ബസ് ഡൽഹിക്ക് പോകുമോ? അതെങ്ങനെ ചോദിക്കും? എ ബസ് അല്ലെങ്കിൽ എഹ് ബസ് ദില്ലി ജായേഗി. എഹ് ബസ് ദില്ലി ജായേഗി. ഈ ബസ് ഡൽഹിക്ക് പോകുമോ? അപ്പോൾ കണ്ടക്ടർ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എവിടെ പോകാനാണ്? ആപ്കോ കഹാൻ ജാനാ ഹേ. ആപ്കോ കഹാൻ ജാനാ ഹേ. നിങ്ങൾക്ക് എവിടെ പോകാനാണ്? അപ്പോൾ പാസഞ്ചർ മറുപടി പറയുകയാണ്, എനിക്ക് സരോജിനി മാർക്കറ്റിൽ പോകാനാണ്. അവിടെ ഉള്ള ഒരു മാർക്കറ്റിൻ്റെ പേരാണ് സരോജിനി മാർക്കറ്റ്. മുझे സരോജിനി മാർക്കറ്റ് ജാനാ ഹേ. മുझे സരോജിനി മാർക്കറ്റ് ജാനാ ഹേ. എനിക്ക് സരോജിനി മാർക്കറ്റിൽ പോകാനാണ്. അപ്പോൾ കണ്ടക്ടർ പറയുകയാണ്, ബസ് അതുവഴിയാണ് പോകുന്നത്, അല്ലെങ്കിൽ അതുവഴിയാണ് ബസ് പോകുന്നത്. ഉധർ സേ ഹി ബസ് ജാത്താ ഹേ. അവിടെ കൂടെ തന്നെയാണ് ബസ് പോകുന്നത്. ഉധർ സേ ഹി, അവിടെ തന്നെയാണ്, അവിടെ കൂടെ തന്നെയാണ്. ഉധർ സേ ഹി ബസ് ജാത്താ ഹേ. അപ്പോൾ പാസഞ്ചർ വീണ്ടും ചോദിക്കുകയാണ്, ബസ് ദില്ലിക്ക് എത്ര മണിക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ എത്ര മണിക്കാണ് ഇവിടുന്ന് വിടുന്നത്? ബസ് ദില്ലിക്ക് ലിയേ, ദില്ലിയിലേക്ക് കിത്തനെ ബജേ ചലേഗി. എത്ര മണിക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ എത്ര മണിക്കാണ് എടുക്കുന്നത് ബസ്? ബസ് ദില്ലിക്ക് ലിയേ കിത്തനെ ബജേ ചലേഗി, അല്ലെങ്കിൽ കിത്തനെ ബജേ ജായേഗി എന്നും ചോദിക്കാം. ബസ് എത്ര മണിക്കാണ് ഇവിടുന്ന് പോകുന്നത്, അല്ലെങ്കിൽ കിത്തനെ ബജേ നിക്കലേഗി, എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പം കണ്ടക്ടർ പറയുകയാണ്, 5 മിനിറ്റിനുള്ളിൽ വിടും. 5 മിനിറ്റിൽ വിടും. 5 മിനിറ്റ് മേ നിക്കലേഗി, അല്ലെങ്കിൽ ചലേഗി. 5 മിനിറ്റിൽ ഇവിടുന്ന് പോകും ബസ്. 5 മിനിറ്റ് മേ നിക്കലേഗി, അല്ലെങ്കിൽ 5 മിനിറ്റ് മേ ചലേഗി. അപ്പോൾ പാസഞ്ചർ വീണ്ടും ചോദിക്കുകയാണ്, അവിടെ എത്ര മണിക്ക് എത്തും ബസ്? അവിടെ എത്ര മണിക്ക് എത്തും? ബസ് ഉധർ കിത്തനെ ബജേ പഹുഞ്ച് ജായേഗി. എത്ര മണിക്ക് അവിടെ എത്തും? കിത്തനെ ബജേ പഹുഞ്ച് ജായേഗി, അല്ലെങ്കിൽ പഹുഞ്ചേഗ. എത്ര മണിക്ക് അവിടെ എത്തും? ഉധർ കിത്തനെ ബജേ പഹുഞ്ച് ജായേഗി. അപ്പോൾ കണ്ടക്ടർ പറയുകയാണ്, 2 മണിക്കൂർ കൊണ്ടെത്തും. 2 മണിക്കൂർ എന്നുള്ളത് 2 ഘണ്ടെ. 2 ഘണ്ടെ മേ, 2 മണിക്കൂറിൽ പഹുഞ്ച് ജായേഗി, എത്തും. 2 ഘണ്ടെ മേ പഹുഞ്ച് ജായേഗി. എന്നിട്ട് കണ്ടക്ടർ പറയുകയാണ് വീണ്ടും, നിങ്ങൾ വേഗം അകത്തിരിക്കൂ. ആപ് ജൽദി അന്തർ ബൈഠോ. അകത്ത് കയറിയിരിക്കൂ എന്ന് പറയുമോ? അന്തർ ജാക്കെ ബൈഠോ എന്നോ, അല്ലെങ്കിൽ ആപ് ജൽദി അന്തർ ബൈഠോ, വേഗം അകത്തിരിക്കൂ. വേഗം ബസ്സിൽ കയറൂ. ജൽദി ബസ് മേ ചढ़ോ എന്നും പറയാം. ജൽദി ബസ് മേ ചढ़ോ. കയറൂ എന്നുള്ളതിന് ചढ़ോ എന്ന് പറയും. വേഗം ബസ്സിൽ കയറൂ. ജൽദി ബസ് മേ ചढ़ോ. കണ്ടക്ടർ വീണ്ടും പറയുകയാണ്, ഒരു സീറ്റ് ഒഴിവുണ്ട്. എങ്ങനെ പറയാം നമുക്ക്? ആകെ ഏക് സീറ്റ് ഖാലി ഹേ. ആകെ എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഒരു സീറ്റ് ഒഴിവുണ്ട്. ആകെ ഏക് സീറ്റ് ഖാലി ഹേ. മുമ്പിൽ ഒരു സീറ്റ് ഒഴിവുണ്ട്. ഒഴിവുണ്ടെന്നുള്ളതിന് ഖാലി ഹേ എന്ന് പറയും. ഇനി പുറകിലൊരു സീറ്റ് ഒഴിവുണ്ടെന്നുള്ളതിനാണെങ്കിൽ ആകേക്ക് പകരം പീछे എന്ന് പറയണം. പീछे ഏക് സീറ്റ് ഖാലി ഹേ. പുറകിലൊരു സീറ്റ് ഖാലി ഉണ്ടെന്ന് പീछे ഏക് സീറ്റ് ഖാലി ഹേ. അവിടെ പോയി ഇരിക്കൂ. ഉധർ ജാക്കർ ബൈഠോ. അവിടെ പോയി ഇരിക്കൂ എന്നുള്ളതിന് ഉധർ ജാക്കർ ബൈഠോ. ആകെ ഏക് സീറ്റ് ഖാലി ഹേ. ഉധർ ജാക്കർ ബൈഠോ. മുമ്പിലൊരു സീറ്റ് ഒഴിവുണ്ട്, അവിടെ പോയി ഇരിക്കൂ. ഇനി ഇപ്പോൾ സീറ്റൊന്നും ഒഴിവില്ല എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയും? അഭി കോയി സീറ്റ് ഖാലി നഹി ഹേ. അഭി കോയി സീറ്റ് ഖാലി നഹി ഹേ. ഇപ്പോൾ സീറ്റൊന്നും ഒഴിവില്ല. ഇന്ന് ഭയങ്കര തിരക്കാണ്. ആജ് ബഹുത് ഭീഡ് ഹേ. ഭീഡ് എന്ന് പറഞ്ഞാൽ തിരക്ക്, ഒരുപാട് ആൾക്കാരുള്ളതിനാണ് ഭീഡെന്ന് പറയുന്നത്, ജനക്കൂട്ടം. ആജ് ബഹുത് ഭീഡ് ഹേ. നിങ്ങളുടെ ടിക്കറ്റ് ഇതാ. അതെങ്ങനെ പറയാം? ഏ രഹ തുമാരാ ടിക്കറ്റ്, അല്ലെങ്കിൽ ഏ ഹേ തുമാരാ ടിക്കറ്റ്, അല്ലെങ്കിൽ ഏ രഹ തുമാരാ ടിക്കറ്റ്. ഇത് നിങ്ങളുടെ ടിക്കറ്റ് ഇതാ. ഇല്ലെങ്കിൽ നമുക്ക് എഹ്ലോ തുമാരാ ടിക്കറ്റ്, ഇന്നാ നിങ്ങളുടെ ടിക്കറ്റ്, അങ്ങനെയും പറയാം. എഹ്ലോ തുമാരാ ടിക്കറ്റ്. അപ്പോൾ പാസഞ്ചർ ചോദിക്കുകയാണ്, ടിക്കറ്റ് ചാർജ് എത്രയാണ്? ടിക്കറ്റ് ചാർജ് എത്രയാ? ടിക്കറ്റ് ചാർജ് കിത്തനാ ഹേ. ടിക്കറ്റ് ചാർജ് കിത്തനാ ഹേ. എത്രയാണ്? ടിക്കറ്റ് ചാർജ് കിത്തനാ ഹേ. അപ്പോൾ കണ്ടക്ടർ പറയുകയാണ്, 10 റുപ്പീസ്. 10 റുപ്പേ. 10 റുപ്പേ. അപ്പോൾ പാസഞ്ചർ പറയുകയാണ്, എൻ്റെ അടുത്ത് 20 രൂപയുടെ നോട്ടാണ്. 20 രൂപയുടെ നോട്ടാണ്. മേരെ പാസ്
20 रुपीस का नोट है. मेरे पास 20 रुपीस का നോട്ട് है. എൻ്റെ കയ്യിൽ 20 രൂപയുടെ നോട്ടാണുള്ളത്. എൻ്റെ അടുത്ത് ചില്ലറയില്ല. മേരെ പാസ് ചുട്ടാ നഹി ഹേ. ചുട്ട എന്ന് പറഞ്ഞാൽ ചില്ലറ. മേരെ പാസ് ചുട്ടാ നഹി ഹേ. എൻ്റെ അടുത്ത് ചില്ലറയില്ല. അപ്പോൾ കണ്ടക്ടർ പറയുകയാണ്, ബാക്കി പൈസ ഇറങ്ങാൻ നേരം തരാം. അതെങ്ങനെ പറയാം? ബാക്കി പൈസ ഉത്തർനേക്കെ ടൈം പർ ദേങ്കെ. ഉത്തർനേക്കെ ടൈം എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന നേരം. ഉത്തർന എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നാണ്. ബാക്കി പൈസ ഉത്തർനേക്കെ ടൈം ദേങ്കെ അല്ലെങ്കിൽ ഉത്തർനേക്കെ ടൈം പർ ദേങ്കെ. ഇറങ്ങാൻ നേരം തരാം. വീണ്ടും കണ്ടക്ടർ പറയുകയാണ്, ഈ നോട്ട് കീറിയതാണ്. അതെങ്ങനെ പറയാം? ഏ നോട്ട് ഫട്ടാ ഹുവാ ഹേ. ഫട്ടാ ഹുവാ ഹേ എന്ന് പറഞ്ഞാൽ കീറിയതാണ്. ഏഹ് നോട്ട് ഫട്ടാ ഹുവാ ഹേ. ഇത് കീറിയതാണ്. വേറെ തരൂ. ദൂസരാ ദീജിയെ അല്ലെങ്കിൽ ദൂസരാ ദേ ദോ. ദൂസരാ നോട്ട് ദേ ദോ. വേറെ നോട്ട് തരൂ. ഏഹ് നോട്ട് ഫട്ടാ ഹുവാ ഹേ. ഇത് കീറിയതാണ്. വേറെ തരൂ. ദൂസരാ ദേ ദോ അല്ലെങ്കിൽ ദൂസരാ ദീജിയെ. പാസഞ്ചർ പറയാണ്, എൻ്റെ സ്റ്റോപ്പ് ആകുമ്പോൾ പറയണം. മേരാ സ്റ്റോപ്പ് ആത്തേ ഹി. ആകുമ്പോൾ വരുമ്പോൾ തന്നെ, എൻ്റെ സ്റ്റോപ്പ് വരുമ്പോൾ തന്നെ പറയണം. ബത്തായി അല്ലെങ്കിൽ ബത്താവോ അല്ലെങ്കിൽ ബോൽന. അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. മേരാ സ്റ്റോപ്പ് ആത്തേ ഹി ബോൽന അല്ലെങ്കിൽ മേരാ സ്റ്റോപ്പ് ആത്തേ ഹി ബത്തായിയെ പറഞ്ഞാലും. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് സ്റ്റോപ്പ് എത്തിയപ്പം കണ്ടക്ടർ പറയാണ്, സ്റ്റോപ്പ് എത്തി, ഇറങ്ങിയാലും അല്ലെങ്കിൽ ഇറങ്ങൂ. സ്റ്റോപ്പ് ആകയ. ആപ്കാ സ്റ്റോപ്പ് ആകയ. താങ്കളുടെ സ്റ്റോപ്പ് എത്തി. ആപ് ഉത്തർ ജായിയെ. നിങ്ങൾ ഇറങ്ങൂ. ആപ് ഉത്തർ ജായിയെ അല്ലെങ്കിൽ ആപ് ഉത്തർ ജാവോ. ഇറങ്ങൂ. അപ്പോൾ പാസഞ്ചർ പറയാണ്, എൻ്റെ ബാക്കി പൈസ തരൂ, ബാലൻസ് തരൂ. മേരാ ബാക്കി പൈസ ദേദോ അല്ലെങ്കിൽ മേരാ ബാലൻസ് ദേദോ. ബാക്കി പൈസ ദേദോ. അപ്പോൾ കണ്ടക്ടർ പറയാണ്, ഇതാ നിങ്ങളുടെ പൈസ. ഏലോ ആപ്കി പൈസ. ഇന്നാ നിങ്ങൾ എടുത്തോളൂ നിങ്ങളുടെ പൈസ. ഏലോ ആപ്കി പൈസ. അപ്പം പാസഞ്ചർ പറയാണ്, ധന്യവാദ്. ധന്യവാദ് എന്ന് പറഞ്ഞാൽ താങ്ക് യു. ഇനി നമുക്ക് വേറെയും കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം ഉപയോഗിക്കാൻ ചാൻസ് ഉള്ളത്. പാസഞ്ചറും കണ്ടക്ടറും കൂടെ. ആകെ ജാക്കർ ഖടേ ഹോ ജാവോ. കണ്ടക്ടർ പറയുകയാണ്, ആകെ ജാക്കർ ഖടേ ഹോ ജാവോ എന്ന് പറഞ്ഞാൽ മുമ്പിൽ പോയി നിൽക്കൂ. നിറച്ച ആൾക്കാർ ബസ്സിൽ കയറുമ്പം എല്ലാവർക്കും ഇരിക്കാൻ സീറ്റ് കിട്ടത്തില്ല. അപ്പം കണ്ടക്ടർ പറയത്തില്ലേ, അവിടെ നിൽക്കുന്നവരുടെ മുമ്പോട്ട് പോയി നിൽക്കൂ. ആകെ ജാക്കർ ഖടേ ഹോ ജാവോ. പിന്നെ തോടാ സൈഡ് ദേദോ. അങ്ങനെയും പറയാറുണ്ടല്ലേ, സ്വല്പം സൈഡ് തരൂ. തോടാ സൈഡ് ദേദോ. തോടാ സൈഡ് ദേദോ. കുറച്ച് സൈഡ് കൊടുക്കൂ. പിന്നെ ഇങ്ങനെയും പറയാറുണ്ട്, ഉൻ ലോഗോങ്കോ ഉത്തർനേ ദോ എന്ന് പറഞ്ഞാൽ അവരെ ഇറങ്ങാൻ വിടൂ. അവർക്ക് ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കൂ എന്നാണ് അർത്ഥം. ഉൻ ലോഗോങ്കോ ഉത്തർനേ ദോ. അവരെ ഇറങ്ങാൻ വിടൂ. പിന്നെ പ്രായമായവരാരെങ്കിലും ബസ്സിൽ കയറുമ്പം ചിലപ്പോൾ പറയാറില്ലേ, ആപ് ഖടേ ഹോ ജാവോ. ഒരാളോട് പറയുക, പ്രായം കുറഞ്ഞ ആളിനോട്, നിങ്ങൾ എഴുന്നേൽക്കൂ. ആപ് ഖടേ ഹോ ജാവോ. ഉമ്ര വാലേക്കോ ബൈഠ്നേ ദോ. പ്രായമായവർക്ക് ഇരിക്കാൻ കൊടുക്കൂ. ഉമ്ര വാലേക്കോ ബൈഠ്നേ ദോ. ആപ് ഖടേ ഹോ ജാവോ. ഉമ്ര വാലേക്കോ ബൈഠ്നേ ദോ. ആപ്കോ അഭി ഉത്തർന ഹേന. താങ്കൾക്കിപ്പോൾ ഇറങ്ങാനുള്ളതല്ലേ. ആപ്കോ അഭി ഉത്തർന ഹേന. താങ്കൾക്കിപ്പോൾ ഇറങ്ങാനുള്ളതല്ലേ. ആപ്കോ അഭി ഉത്തർന ഹേന. പിന്നെ ഇങ്ങനെയും പറയാറുണ്ടല്ലോ, ബച്ചോങ്കോ ഗോദ്മേം ബിഠാവോ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെയും കൂടെ സീറ്റിൽ ഇരുത്തിയിരിക്കുവാണെങ്കിൽ പറയാം, ഭയങ്കര തിരക്കുള്ളപ്പം. ബച്ചോങ്കോ ഗോദ്മേം ബിഠാവോ. കുട്ടികളെ മടിയിലിരുത്തൂ. കുട്ടിയെ മടിയിലിരുത്തൂ. ബച്ചേക്കോ എന്ന് പറയാം. ഒരു കുട്ടിയുണ്ടെങ്കിൽ ബച്ചേക്കോ ഗോദ്മേം ബിഠാവോ. ഗോദ് എന്ന് പറഞ്ഞാൽ മടി. ഗോദ്മേം ബിഠാവോ മടിയിലിരുത്തൂ. ബച്ചേക്കോ ഗോദ്മേം ബിഠാവോ. ദൂസര ആദ്മിക്കോ ബൈഠ്നേ ദോ. വേറെയുള്ളവരെയും കൂടെ ഇരിക്കാൻ അനുവദിക്കൂ. ദൂസര ആദ്മിക്കോ അല്ലെങ്കിൽ ദൂസരി ലോകോങ്കോ ബി ബൈഠ്നേ ദോ. മറ്റുള്ളവരെയും ഇരിക്കാൻ കൊടുക്കൂ. പിള്ളേരെയൊക്കെ ഇങ്ങനെ സീറ്റിലിരുത്താതെ അവരെ മടിയിലിരുത്തിയിട്ട് മറ്റുള്ളവരെ ഇരുത്താൻ വിടൂ എന്ന് പറയാണ്. ദൂസരെ ലോകോങ്കോ ബി ബൈഠ്നേ ദോ അല്ലെങ്കിൽ ദൂസരെ ആദ്മിക്കോ ബി ബൈഠ്നേ ദോ. അപ്പം ഒരു കണ്ടക്ടറും പാസഞ്ചറും തമ്മിൽ സംസാരിക്കാൻ സാഹചര്യമുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തനിയെ പറഞ്ഞും കൂടെ പ്രാക്ടീസ് ചെയ്യണം. കേട്ടാൽ മാത്രം പോരാ, എന്നാലേ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ഹിന്ദി സംസാരിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയുമായി വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്